ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുഭാഷ് ഏട്ടനെ തേടി മാട്രിമോണിയൽ റിക്വസ്റ്റ് അയച്ച പെണ്ണിനെ കോൺടാക്ട് ആര് ചെയ്യുന്നുള്ള തർക്കമാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ. അപ്പോൾ നിധി നിങ്ങൾ കള്ളം പറയുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയണം ഹരീഷിനോട് വിളിക്കാൻ. പക്ഷെ ഹരീഷും സമ്മതിക്കുന്നില്ല. അയ്യോ എനിക്കതൊന്നും അറിയില്ല എടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ തട്ടി പോവാണ്. അപ്പോൾ ഒടുവിൽ നിധി വിളിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ നിധി കോൾ ചെയ്യുന്നുണ്ട്. അപ്പം അവൾ നല്ല രീതിക്ക് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം ആ കുട്ടിയുടെ അച്ഛനും തിരിച്ചങ്ങോട്ട് നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നിധി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് മോൾ ആരാണ് അവിടുത്തെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമൊന്നും അവൾ സ്റ്റക്കായി എന്നതിന് ശേഷമാണ് കേട്ടോ അവൾ പറയുന്നത് ഞാൻ സുഭാഷിൻ്റെ അനിയൻ്റെ വൈഫാണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുധീഷിന് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ടെന്നല്ലേ പറഞ്ഞു, എന്നിട്ട് എന്താ അവർ വിളിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛൻ സ്ഥലത്തില്ല, അതുകൊണ്ടാണ് ഈവനിങ് അച്ഛൻ വിളിക്കാട്ടോ, ഞങ്ങൾ വരുന്ന സമയവും ഡേറ്റൊക്കെ പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. നിധി കോൾ കട്ട് ചെയ്തതും എല്ലാവരും മനസ്സിൽ സന്തോഷമായിട്ടോ. കാരണം അവൾ അത്രയും നല്ല രീതിക്കാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ സുധീഷ് പറയാണ് അച്ഛൻ, ചേട്ടൻ, ഭർത്താവ്, നിധി ബന്ധങ്ങളൊക്കെ അംഗീകരിച്ച് തുടങ്ങി, അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് അവനും ആശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടനെ കണ്ടപ്പോൾ ഇവർ എല്ലാവരും സംസാരം പെട്ടെന്ന് നിർത്തി. എന്നിട്ട് പരിങ്ങി കളിക്കാൻ തുടങ്ങി. തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ ഇതാണ് കാര്യം എന്ന്. കാരണം സുഭാഷ് ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് ഓക്കെ ആയിട്ട് പറയാമെന്ന് വെച്ച് നിൽക്കുക കേട്ടോ അവരെല്ലാവരും. സുഭാഷ് ചേട്ടനാണെങ്കിൽ എന്താ ഇവിടെ എന്തോ ഒരു കള്ളക്കളി എന്തോ ചുറ്റിക്കളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? പക്ഷേ അവരൊക്കെ ഒന്നുമില്ല സുഭാഷ് ചേട്ടൻ, ഞങ്ങൾ വെറുതെ ഓരോന്നും സംസാരിച്ചിരിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ചേട്ടൻ രാവിലെ ചന്തയിലേക്ക് പോവാണ്. അങ്ങനെ സുഭാഷ് ചേട്ടൻ പോയി കഴിഞ്ഞതും ഇവർ വീണ്ടും തിരിച്ച് ചർച്ചയിലേക്ക് തന്നെ വന്നു. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇനി അച്ഛനോട് കൊണ്ട് സംസാരിപ്പിക്കണം, അച്ഛൻ സംസാരിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട് അയാളൊന്നും സംസാരിച്ച് ശരിയാവില്ല. ഹരീഷാണെങ്കിൽ ഫുൾ നെഗറ്റീവ്, സുധീഷും അതുപോലെ തന്നെ. അച്ഛൻ സംസാരിച്ചാൽ ഈ ബന്ധം ഇല്ലാതാവും, അച്ഛന് സംസാരിക്കാനൊന്നും അറിയില്ല എടുത്തി, അതൊന്നും വേണ്ട, എന്തിനാ വെറുതെ. അപ്പോൾ നിധി പറയുന്നുണ്ട് എടാ മിണ്ടാതെ നിൽക്ക്, നമുക്കൊന്ന് ചോദിക്കാം, അച്ഛൻ അഥവാ സംസാരിക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമല്ലേ. മൂത്ത ആൾ വിളിച്ച് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വരും ഈ ബന്ധത്തിനോട്. അപ്പോഴേക്കും അച്ഛൻ വരുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ നിധി കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഓ ബന്ധം ഉറപ്പിച്ചതും നിങ്ങൾ, അന്വേഷിച്ചതും നിങ്ങൾ, ഇപ്പോൾ ലാസ്റ്റ് ചൊച്ചനോട് ഞാൻ സംസാരിക്കണില്ല എന്നൊരു പുച്ച രീതിക്ക് പറയാം കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ, നമുക്കത് റെഡി ആക്കണ്ടേ. അപ്പോഴേക്കും സുധീഷും ഹരീഷൊക്കെ ഫുൾ നെഗറ്റീവ്, ഇയാളോടൊക്കെ പറയണ നേരം കൊണ്ട് വേറെ ആരോടും കൂടെ പറഞ്ഞാൽ പോരെ, ഏടത്തി ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ഹരീഷ് പറയണം. അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ് കഴിയുന്നവരെ ആരും സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഇവരെ അങ്ങോട്ട് ചീത്ത പറഞ്ഞിട്ട് ഭാസ്കരനും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് അച്ഛനോടും കൂടിയാണ് പറഞ്ഞത് ആരും മിണ്ടാൻ പാടില്ല, ഇനി ആരെങ്കിലും സംസാരിച്ച് ഞാൻ ഇതിവിടെ നിർത്തും, ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പോവാന്നൊക്കെ അവൾ പറയുമ്പോൾ ആരും മിണ്ടാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ സംസാരിക്കണം പ്ലീസ് എന്നൊക്കെ. അച്ഛാ ഈ ബന്ധം നമുക്ക് മാട്രിമോണിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ പിന്നെ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് ഓക്കെയാണ്, നമുക്ക് നാളെ ഉച്ചതിരിഞ്ഞ് അങ്ങോട്ട് പോയാലോ. അപ്പോൾ ഭാസ്കരൻ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് എന്നാൽ അച്ഛതൊന്ന് വിളിച്ച് പറയുമെന്ന്. അങ്ങനെ പറയാൻ നിൽക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട് അച്ഛനൊന്ന് പറയാൻ പറ്റുമോ എങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് റിഹേഴ്സലൊക്കെ എന്തിനാ, അത് മോണാക്റ്റ് ആണോ പറഞ്ഞിട്ട് ചിരിക്കുക കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് അതല്ല അച്ഛാ ഒന്ന് പറയാമോ. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിക്ക് സംസാരിക്കാൻ കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും മൂടും പോയി. ഇത് അച്ഛൻ കോളാക്കുന്നുള്ളൊരു മൈൻഡായി എല്ലാവർക്കും. അപ്പോൾ നിധി പറയുന്നുണ്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അവളുടെ വാക്ക് കേട്ടിട്ട് പേടിച്ചിട്ട് ആരൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ പിന്നെ അവൾ നേരെ അച്ഛന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറയണം, അങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ വിളിക്കുകയാണ് അവിടുത്തെ അച്ഛനെ. വിളിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഭാസ്കരൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് വിവരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ തന്നെ ആ കുട്ടിയുടെ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോള് വെച്ചതും ബാലകൃഷ്ണൻ പറയുന്നുണ്ട് തങ്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടാണ് ഭാസ്കരൻ സംസാരിച്ചത്. കാരണം വീടിനെ പറ്റിയും തൻ്റെ മകനെ പറ്റിയും കുടുംബത്തിനെ പറ്റിയും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒരു ഓവറോ കുറയ്ക്കലോ ഒന്നും ഇല്ലാണ്ട് സംസാരിച്ചു. എല്ലാം സത്യമായിട്ട് തന്നെ പറഞ്ഞു. കോള് കട്ട് ചെയ്തതും എല്ലാവരും ക്ലാപ്പ് അടിച്ചു കേട്ടോ. അപ്പോൾ ഭാസ്കറിന് ഭയങ്കര സന്തോഷമായി. കാരണം നികേഷും ഹരീഷും സുധീഷും വിചാരിച്ചത് അച്ഛൻ കോളാക്കും തന്നെയാണ്. പക്ഷെ നിധിക്ക് അപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതെന്തായാലും ഭാസ്കരൻ അടിപൊളിയാക്കി സാധിച്ചു കൊടുത്തു. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ചേട്ടനോട് ഇവരെല്ലാവരും കൂടി ഈ കാര്യം പറയുന്നതാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ പുറത്തിരിക്കുന്നുമുണ്ട്, അച്ഛനെല്ലാം കേൾക്കുന്നുണ്ട് ഇവർ പറയുന്നത്. പക്ഷേ സുഭാഷ് ചേട്ടൻ സമ്മതിക്കുന്നില്ല. സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ മാട്രിമോണിയിൽ അതൊന്നും വേണ്ട എന്നുള്ളത്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് അതിനെന്താ നമ്മൾ മുന്നിൽ പോയി കണ്ടതല്ലേ. അപ്പോൾ സുഭാഷ് ചേട്ടൻ നെഗറ്റീവ് അടിക്കുക. കാരണം സുഭാഷ് ചേട്ടനെ സുനന്ദേനെ ഇഷ്ടമാണല്ലോ, അത് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിധി പറയുന്നുണ്ട് ഏട്ടാ നമുക്കതൊന്ന് പോയി നോക്കിയാലോ, നല്ല ബന്ധമാണ്, നമ്മുടെ അച്ഛൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിധി നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞത് ഭാസ്കറിന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നിധി സുഭാഷ് ചേട്ടനോട് പറയുന്നുണ്ട് കാണുന്നതുകൊണ്ട് എന്തായിട്ടാ കുഴപ്പം, നമുക്കൊന്ന് പോയി കണ്ടാലോ, നല്ല ബന്ധമല്ലേ, അഥവാ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ സുഭാഷ് ചേട്ടന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്കത് വേണ്ടാന്ന് വെക്കാം, ജസ്റ്റ് ഒന്ന് പോയി കാണാം, അതിനെന്താ പ്രശ്നം, ഇഷ്ടപ്പെട്ട മാത്രം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം.
നിധി ഇത് പറഞ്ഞു കഴിഞ്ഞതും സുധീഷ് പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മുടെ വീട്ടിലൊരു സ്ത്രീ ഇല്ലാന്നായിരുന്നല്ലോ പ്രശ്നം, ഇപ്പം അത് മാറിയല്ലോ. എന്നിട്ട് നിധിനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്, എന്നാലും അത് വലിയൊരു തെളിച്ചില്ലാത്ത ചിരിയാണത്. കാരണം അവൾ അവിടെ നിന്ന് പോവുമല്ലോ, അപ്പോൾ അതാണ് അവൾ ഓർക്കുന്നത്. പിന്നെ നികേഷും ഹരീഷും കൂടെ സുഭാഷ് ചേട്ടനെ നിർബന്ധിച്ചതും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതല്ലേ, ഓക്കെ ഞാൻ എന്തായാലും വരാം. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ. നിധിക്കാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം അവൾക്ക് സുഭാഷ് ചേട്ടൻ അത്രയും അറിയാം, ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് അവൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടന് നല്ലൊരു ബന്ധം കിട്ടാൻ അവളാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രാവിലെ എല്ലാവരും കൂടെ പുറപ്പെടുന്ന രംഗമാണ് കേട്ടോ. എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. കാരണം എല്ലാവരും സന്തോഷമാണല്ലോ സുഭാഷ് ചേട്ടന് വലുത്, അതുകൊണ്ടാണ് പോകുന്നത് തന്നെ. അങ്ങനെ നിധി അപ്പോഴേക്കും വരുന്നുണ്ട് റൂമിൽ നിന്ന്. നിധിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സാരി എടുത്ത് സുന്ദരിയായിട്ടാണ് കേട്ടോ വരുന്നത്. അത് കണ്ടപ്പോഴേക്കും എല്ലാവരും നല്ല അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുകയാണ്. സുധീഷനാണെങ്കിൽ പ്രണയം അങ്ങോട്ട് മുട്ടിട്ട് വരികയാണ് കേട്ടോ ഉള്ളെന്ന്. അപ്പം അച്ഛൻ പറയുന്നുണ്ട് എല്ലാവരും ഒരുങ്ങിയാലും നമുക്ക് പോവാം. സുധീഷനാണെങ്കിൽ അവളെ കണ്ടിട്ട് ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിധി നിനക്ക് സാരി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന്. അത് കേട്ടപ്പോൾ നിധി അതിനൊന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഒരു ചമ്മയെ ചിരിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും മുന്നൊന്നും അവളങ്ങനെ പറഞ്ഞ പോലെ ഒരു ചമ്മലായി. നികേഷും പറയുന്നുണ്ട് അടുത്തേക്ക് സാരി നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ നിധി താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷിന് ഒരു കുഞ്ഞ് സങ്കടം വരുന്നുണ്ട്, ഒരു പരിഭവം വരുന്നുണ്ട് കേട്ടോ. നിധി അതൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ പുറപ്പെടാൻ നിൽക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ അന്നത്തെ മാതിരി കോമഡി ഒന്നും പറയരുത് കേട്ടോന്ന്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്ത് കോമഡി, പക്ഷേ അവരൊന്നും പറയുന്നില്ല കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, അവൻ്റെ പാചക കോമഡി ഞാനെല്ലാം പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്, ഇനി നീ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ചേട്ടൻ അങ്ങനെയൊന്നും പറയില്ല എന്നും പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തി എല്ലാവരും ചെയറിലിരിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താണ്. അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, നമ്മളെക്കുറിച്ച് നമ്മളെ വീടിനെ കുറിച്ചൊക്കെ സംസാരിക്കുക അച്ഛാ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം ഭാസ്കരൻ അങ്ങോട്ട് ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. സുഭാഷിൻ്റെ ഫേസ് മാത്രമാണ് ഡള്ളായിട്ടിരിക്കുന്നത്. സുഭാഷിന് വലിയ സന്തോഷമൊന്നുമില്ല, തല താത്തി സങ്കടപ്പെട്ടിട്ടാട്ടോ ഇരിക്കുന്നത്. ഭാസ്കരൻ മക്കളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷിൻ്റെ വിവാഹം കഴിഞ്ഞു, മരുമകളാണ് നിധി എന്ന് പറയുമ്പം അവിടുത്തെ അച്ഛൻ ചോദിക്കുകയാണ്, അതെന്താണ് ഏട്ടനെ നിർത്തിയിട്ട് അനിയ വേഗം കല്യാണം കഴിച്ചത്? അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റക്കായി, എന്ത് പറയണം എന്നുള്ളൊരു പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നിധി അതിനെയൊക്കെ പാടെ തുടച്ച് നീക്കിയിട്ട് കൂളായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളതൊരു ലവ് മാരേജ് ആയിരുന്നു, വീട്ടിൽ ഭയങ്കര പ്രശ്നമായപ്പോൾ ഞാൻ സുധീഷിൻ്റെ കൂടെ പോകുന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം നേരത്തെ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് അവൾ ചിരിച്ച് പറയണം. അപ്പോൾ അവർക്ക് സമാധാനമായി, നല്ല മറുപടി കിട്ടിയപ്പോൾ. അപ്പോഴേക്കും ബാലകൃഷ്ണൻ മകളെ വിളിക്കാൻ പോവാണ് കേട്ടോ, ചായ കൊണ്ടുവരാൻ. അങ്ങനെ കുട്ടി വരുന്നുണ്ട്, നല്ല സുന്ദരി കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പം, ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ. അപ്പം സുധീഷ് ഏട്ടനോട് പറയുന്നുണ്ട്, ഏട്ടാ ചിരിക്കി കുട്ടിയെ നോക്കുന്നൊക്കെ. പക്ഷേ സുഭാഷ് വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ കുട്ടി ചായയായിട്ട് വന്നിട്ട് സുഭാഷ് ഏട്ടന് ചായ കൊടുക്കുന്നതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷം അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു.